നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ 23 കോടി രൂപ മുതൽ മുടക്കി നിർമ്മിച്ച മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ഉദ്ഘാടനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും ഇതിൽ പ്രതിഷേധിച്ച് ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുമെന്നും കോൺഗ്രസ് നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചു. തട്ടിക്കൂട്ട് ഉദ്ഘാടനമാണ് നടത്തുന്നതെന്നും ആരോപിച്ചു. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ പുതിയതായി നിർമ്മിച്ച പുരുഷ വനിതാ വാർഡുകളുടെ ഉദ്ഘാടനം കോൺഗ്രസ് നൂറനാട് ബ്ലോക്ക് കമ്മിറ്റി ബഹിഷ്കരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിൽ ഒ പി വിഭാഗം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ ഇനിയൊരു ഉദ്ഘാടനത്തിൻ്റെ ആവശ്യം ആ കെട്ടിടത്തിനില്ല. അവിടെ ആവശ്യം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കപ്പെട്ട സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിന് ആവശ്യമായ യാതൊരു ഭൗതിക സൗകര്യവും ഒരുക്കാതെ ഡോക്ടർമാരോ അനുബന്ധ ജീവനക്കാരോ ഏതെങ്കിലും തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സോ ഒന്നും തന്നെ അവിടെ ഇതുവരെ എത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ അവിടെ ആവശ്യം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കപ്പെട്ട അല്ലെങ്കിൽ MLA പറയപ്പെടുന്ന നൂറനാട് ലെപ്രസി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന് പറയുന്ന ആശുപത്രിയാണ് ആവശ്യം. ആ ആശുപത്രി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഏതു പരിശ്രമത്തെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്തുണയും. അതല്ലാതെ ഇത്തരത്തിൽ നാളിൽ ഉദ്ഘാടനം, അതേപോലെ തന്നെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ ഭൂമിയെ തരം മാറ്റി വിവിധ തരത്തിലാക്കി വിവിധ ഏജൻസികൾക്ക് കൊടുക്കുക. വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിയെ മുൻനിർത്തിക്കൊണ്ട് ബഹുമാന്യനായ MP ശ്രീ കൊടുക്കുന്നിൽ സുരേഷ് അവറുകൾ അവിടെ ITBPയോട് ചേർന്ന് സ്ഥാപിക്കുന്നതിനാവശ്യമായ കേന്ദ്രീയ വിദ്യാലയത്തിൽ 1 ഏക്കർ 73 സെന്റ് സ്ഥലം വിട്ടു നൽകണം എന്ന ആവശ്യം സർക്കാരിനോടും ഈ MLAയോടും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് വിട്ടു നൽകാൻ ഒരു കാരണവശാലും തയ്യാറാവുന്നില്ല. 23 കോടി രൂപയുടെ 2 കെട്ടിടങ്ങളോടുകൂടി 2 കെട്ടിടങ്ങളിൽ കൂടി 338 ബെഡുകളുള്ള ആശുപത്രിക്കാണ് അത് തറക്കല്ലിട്ടതും. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് 1.5 വർഷത്തിനുള്ളിൽ ഇത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ഉദ്ഘാടകർമ്മം നമുക്ക് നിർവഹിക്കാൻ കഴിയും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ കെട്ടിടത്തിന് പണി തുടങ്ങുകയും അവിടെ വേഗത്തിൽ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. പക്ഷേ ഇന്ന് കെട്ടിടമല്ലാതെ ബാക്കി സൗകര്യങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല. പഴയ വീഞ്ഞെടുത്ത് പുതിയ കുപ്പിയിൽ വെക്കുന്നത് പോലെ മാവേലിക്കര താലൂക്കിലെ ഒരു ജനപ്രതിനിധി പോലും അറിയാതെയാണ് അവിടെ എന്തുകൊടുത്തേക്കുന്നത് ആ പഴയ ആശുപത്രി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. അത് തന്നെ ഒരു അവകാശമല്ലേ. അവിടെ ഒരു HMC ഒക്കെ കൂടി, അങ്ങനെ ഉണ്ടെങ്കിൽ HMC കൂടി അല്ലെങ്കിൽ സാഹസംഘം കൂടി ആ ആശുപത്രി ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ അത്തരത്തിലുള്ള ആലോചന പോലും ഇല്ലാതെയാണ് അത് നടന്നിട്ടുള്ളത്. കുറേ പദ്ധതികൾ ഇങ്ങനെ പറയുന്നുണ്ട്, കോടികളുടെ പദ്ധതികളാണ് പറയുന്നത്. മറ്റൊന്ന് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട് അണ്ടർഗ്രൗണ്ട് സിസ്റ്റം നമ്മുടെ കേബിളിങ് പടനിലം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 4 വർഷം മുമ്പ് അല്ലെങ്കിൽ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ്. നമുക്കറിയാം, പടനിലം ക്ഷേത്രത്തിലെ ഉത്സവമായി ബന്ധപ്പെട്ട് ആ കരകളിലും ആ പ്രദേശത്തും ഉള്ള ആളുകൾ അനുഭവിക്കുന്ന യാതനകൾ അറിയാം. വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അത് പൂർത്തീകരിക്കുവാനോ അത് തുടങ്ങി വെക്കുവാനോ കഴിഞ്ഞിട്ടില്ല. വെട്ടിക്കോട്ട് ചാല് എത്രയോ വർഷങ്ങൾ കൊണ്ട് കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയാണ്, ഏതെങ്കിലും തരത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി മാവേലിക്കര ഗവൺമെന്റ് ഹോസ്പിറ്റല് ജില്ലാ ആശുപത്രി ഇതേ രീതിയിൽ 350-400 കോടി രൂപയുടെ പദ്ധതിയും പ്രഖ്യാപനമായിട്ട് പോകുന്നു. അവിടെ ഒരു പോസ്റ്റ്മോർട്ടം യൂണിറ്റ് അടച്ചിട്ടിട്ട് എത്രയോ കാലമായി അത് പൂർണ്ണമായ രീതിയിൽ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. താലൂക്ക് ആസ്ഥാനങ്ങളിൽ ഈ മാവേലിക്കരയാണ് ഒരു പോലീസ് സർജന്റെ സേവനം ലഭ്യമല്ലാതിരിക്കുന്നത്. ജില്ലാ ആശുപത്രിയാണെന്നാണ് വയ്പ്. 23 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച വാർഡുകളുടെ ഉദ്ഘാടനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും നേതാക്കൾ പറഞ്ഞു. മുഖ്യമന്ത്രി തറക്കല്ലിടൽ പ്രഖ്യാപിച്ചതാണ്. ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ഉടൻ പൂർത്തീകരിക്കുമെന്നും അന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിന് വിരുദ്ധമായി തട്ടിക്കൂട്ട് ഉദ്ഘാടനമാണ് ഇപ്പോൾ നടത്തുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. നഴ്സിംഗ് കോളേജ് ആരംഭിച്ചപ്പോൾ കേന്ദ്രീയ വിദ്യാലയത്തിനെ തടസ്സപ്പെടുത്തുന്നതിനാണ് സർക്കാർ ശ്രമമെന്നും പറയുന്നു. നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് G. ഹരിപ്രകാശ്, താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. വേണു, T. മന്മഥൻ, അനില തോമസ്, മനോജ് C. ശേഖർ, PB ഹരികുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, ചാരുമൂട്.